എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. യൂട്യൂബിലും ഫേസ്ബുക്കിലും സുപരിചിതനായ ഒരു ഇസ്ലാമിക് പ്രഭാഷകനാണ് അൻസാരി സൂരി ആലപ്പുഴ. ഒരു ദിവസം ഒരു 10 വീഡിയോകളെങ്കിലും ചെയ്യും. അത് പ്രധാനമായിട്ടും ഇസ്ലാം സമൂഹം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളെ, തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. തെറ്റിനെ തെറ്റായി കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മതഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണുമ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായ എന്തോ ഒരു വിഭ്രാന്തി ഉണ്ട് എന്ന് തോന്നാറായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ചലനങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഇദ്ദേഹം മാനസിക സമനില തെറ്റിയ ഒരു വ്യക്തിയാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹം ഒരു ഇസ്ലാമിക് തീവ്രവാദിയാണ് എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചില ആളുകളുടെ അഭിപ്രായം ഇദ്ദേഹം ഒരു ഇസ്ലാമിക് മതഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിക് ചിന്താഗതി തലയ്ക്കകത്ത് കയറി കൂടി തലയ്ക്കകത്ത് തലച്ചോറിന് പകരം ഇസ്ലാമിക് മത തീവ്രവാദം തലയ്ക്കകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും വെല്ലുവിളിക്കുകയും നമ്മുടെ ഭാരതത്തിലുള്ള ഗവൺമെൻറ്റിനെ, നരേന്ദ്രമോദിയെയും BJP ഗവൺമെൻറ്റിനെയും നിരന്തരം ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് കൊടുത്ത ആക്രമണത്തെ വളരെ ലഘുവായി ചിത്രീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സൂരി അൻസാരി ആലപ്പുഴ. എന്നാൽ ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്ന ഒരു മറുപടി നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന്. ഉണ്ട് മോളെ, തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല, ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ്. എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, തട്ടവിട്ടവരെ കണ്ടാൽ പേടിക്കണോ? അതായത് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ചോദിച്ചാണ്, തട്ടവിട്ടവരെ കണ്ടാൽ പേടിയാണോ? പക്ഷേ സംഭവിച്ചത് തട്ടവിട്ടവരെ മാത്രമല്ല, തൊപ്പി വെച്ചവരെയും താടി വെച്ചവരെയും കണ്ടാൽ പേടിക്കണം എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭാരതം എത്തി എന്നാണ് ഈ യൂട്യൂബർ ചെറുപ്പക്കാരൻ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹിയിൽ ബോംബ് പൊട്ടിച്ചവരുടെ കൂട്ടത്തിൽ തട്ടവിട്ടവനും എന്ന് പറഞ്ഞാൽ തട്ടവിട്ടവളും താടി വെച്ചവരും തൊപ്പി വെച്ചവരും ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കുരിശിട്ടവനോ കുറി വരച്ചവനോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഈ സൂരി അൻസാരി ആലപ്പുഴയ്ക്ക് സകല സമനിലം തെറ്റിപ്പോയി. തങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതല്ല കുഴപ്പം, ഏർപ്പെട്ടത് അത് വിജയിക്കുന്നില്ല. ഇപ്പം ഇന്ത്യയിലൊട്ടാകെ ബോംബ് സ്ഫോടനം നടത്തുവാനായിട്ടാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പദ്ധതിയിട്ടത്, തീവ്രവാദികൾ. പക്ഷേ സൂരി അൻസാരിയുടെ വിഷമം അതല്ല, അവരുടെ ആ പ്രവർത്തനം പരാജയപ്പെട്ടു പോയി. അതായത് ഇന്ത്യയുടെ സേന അല്ലെങ്കിൽ പോലീസ് ഇവരെ പിടിച്ചു. അത് പുള്ളിക്കൊരു വലിയ വിഷമത്തിന് കാരണമായി തീരുന്നു. അതായത് ഇന്ത്യ മുഴുവൻ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത് പൊളിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് തിങ്ങി വിങ്ങിയാണ്. അതുകൊണ്ട് പുള്ളി ഇത് കേട്ട് ഒരു പേപ്പട്ടിയെ പോലെ അലറുകയാണ്. നല്ലവരായ മുസ്ലിങ്ങളെന്ന് വിളിച്ച് നീ ഉണ്ടാകണ്ട. നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായി. നീ നിന്റെ മനസ്സിലുള്ള ആ വിഷം എല്ലാം കൂടെ ഒന്നിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അത് ചെലവാകത്തില്ല. അതായത് ഈ ചെറുപ്പക്കാരൻ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നത് നീ അത് ഉണ്ടാക്കണ്ടെന്നാണ് പറയുന്നത്.
ഞങ്ങൾ ആണോ അല്ലയോ എന്ന് നീ വിലയിരുത്തണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ നീ കണക്ക് കൂട്ടണ്ട എന്നാണ് സൂരി പറയുന്നത്. കണ്ടോ? അപ്പോൾ പുള്ളി പറയാണ് നല്ലവരായിട്ട് നീ ആരെയും കാണണ്ട, ഞങ്ങളെല്ലാം മോശക്കാരാണ്. ഇതാണ് സൂരി അൻസാരിയുടെ വാക്കുകൾ. അവനിക്ക് താടിയും തൊപ്പിയും കാണുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു കാര്യം താടിയും തൊപ്പിയും കാണുമ്പോൾ നീ കേറി പുതപ്പിനിടയിൽ. അപ്പൊ ഈ ഉസ്താദിന്റെ വീഡിയോ മുഴുവൻ കേൾക്കണം. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഈ തീവ്രവാദത്തെ ന്യായീകരിക്കുകയാണ്. ഇദ്ദേഹം പറയാണ് മുസ്ലിങ്ങൾ മാത്രമാണോ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നത്? ഇദ്ദേഹം ചോദിക്കുകയാണ്. വേറെ പല ആളുകളും നടത്തുന്നില്ല. അതായത് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയത് ആരാ? ഈ ഉസ്താദ് മിസ്റ്റർ അൻസാരി സൂരി ആലപ്പുഴ. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഇതാണ്, ഡൽഹിയിൽ സ്ഫോടനം നടത്തിയത് ആരാ? താടി വെച്ചവനും തൊപ്പി വെച്ചവനും തട്ടവിട്ടവരുമായിരുന്നോ? അത് സമ്മതിക്കുന്നുണ്ടല്ലോ. പഹൽഗാമിൽ നടന്ന ആക്രമണം ആരാണ് നടത്തിയത്? അത് മനുഷ്യൻ്റെ അടിവസ്ത്രം പൊക്കി നോക്കി. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ആരെങ്കിലും മിസ്റ്റർ സൂരി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ച് നിങ്ങൾ പറയാത്തത്? ഇന്ത്യക്കകത്ത് കടന്നുകൂടി, അതായത് ഒരു മനുഷ്യൻ്റെ തുണി പൊക്കി നോക്കി അവൻ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ, അവൻ്റെ ലിംഗത്തിൻ്റെ അഗ്രം കണ്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി വെടിവെച്ച് കൊന്നത് താങ്കൾ കണ്ടില്ലേ? അത് നിങ്ങളുടെ ആളുകളല്ലേ? ഇനി മുംബൈയിൽ നടന്ന താജ് ഹോട്ടലിൽ നടന്ന ആക്രമണം അതാരായിരുന്നു? അജ്മൽ കസബ് പോലെ അല്ലേ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിക്കപ്പെട്ടില്ലേ? അദ്ദേഹം ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞെളിഞ്ഞു നടക്കുന്നില്ലേ? അപ്പം എന്താണ് നിങ്ങളുടെ സമൂഹം ചെയ്യുന്ന ഈ തീവ്രവാദത്തെ നിങ്ങൾ കാണാത്തത്? ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെ വ്യക്തമായി കേട്ടതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളല്ലേ ഈ ജനങ്ങളെ മുഴുവൻ സുരക്ഷ ഏറ്റെടുത്തത്? ഇതിന് ഒരു ഈച്ച പോലും കടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഇതിലൊന്നും പെടാതെ ഈ ഒരു വിഷയം തന്നെ യാതൊരുവിധ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റു മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദ മരുഭൂമിയിൽ പെയ്ത മഴയുടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ 1 മിനിറ്റ് 54 സെക്കൻഡ് നമ്മൾ നോക്കുമ്പം ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്, രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചവർ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇസ്ലാമിക് തീവ്രവാദം ഇവിടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ പഴി വരുന്നത് BJP ഗവൺമെൻറ്റിനാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ സൂരി അൻസാരി ആലപ്പുഴയെ പോലെയുള്ള ഇസ്ലാമിക് മതഭീകരന്മാർ, മത തീവ്രവാദികൾ ഒരു ദിവസം 10 വീഡിയോയിലധികം ചെയ്ത് ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇവനെയൊക്കെ പൊക്കി അകത്തിടണ്ടേ? അതായത് ഇസ്ലാമിക് മത തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സൂരി അൻസാരി ആലപ്പുഴയെ പോലെയുള്ളവൻ ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യക്ക് വിരുദ്ധമായി, നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി, സേനയ്ക്ക് വിരുദ്ധമായി ഈ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ഒരു സമൂഹമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഭരണവർഗം ഇവരെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത്? ചോദ്യം ന്യായമാണ്. ഇദ്ദേഹം തന്നെ ചോദിക്കുവാണ്, രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ച നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇതുപോലെയുള്ള തീവ്രവാദികൾ ഇവിടെ ഒരു പത്രമാധ്യമം പ്രവർത്തിക്കുന്നുണ്ട്, ഒരു TV ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ TV ചാനലിൻ്റെ ലൈസൻസ് എന്തുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല? ഇവരുടെ പത്രത്തിന് എന്തുകൊണ്ട്? ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നു, SDP ഇവിടെ പ്രവർത്തിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തീവ്രവാദ സ്വഭാവമുള്ള ഈ സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? സൂരി അൻസാരി ചോദിച്ച പോലെ ഞാനും ചോദിക്കുകയാണ്, രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ച നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് നിരോധിക്കാത്തത്? ഈ ചാനൽ എന്തുകൊണ്ട് ബന്ദ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഈ പാർട്ടിയെ നിരോധിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ന്യായമായ ചോദ്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഈ അനിൽ മുഹമ്മദിനെ പോലെ, ഈ സൂരി അൻസാരിയെ പോലെ, അതുപോലെ ഈ ഇസ്ലാമിക് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്ന് നിരന്തരമായി യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഇവരെ എന്തുകൊണ്ടാണ് പിടിച്ചകത്തിടാത്തത്? എന്നെ എന്തുകൊണ്ട് ഇവരെ പിടിക്കുന്നില്ല?
എന്തുകൊണ്ട് ഇവരെ തീഹാർ ജയിലിൽ കൊണ്ടിടുന്നില്ല? ഇത് തന്നെയാ ഇവിടെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളത്. കണ്ടോ? ഇനി ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. നാമ്പ് പുറന്തള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഞാൻ മാതൃഭൂമി ചാനൽ ഇപ്പൊ വെച്ച് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അതൊരു സ്ഫോടനമല്ല. ആ കാറി ഇരുന്നിട്ട് ഭീകരവാദം നടത്തി. അവന്റെ മതം നോക്കണ്ട. അവരിപ്പോ പ്രതിയാണെന്നല്ല പറയുന്നത്. ആദ്യഘട്ട ഇദ്ദേഹത്തിൻ്റെ വീഡിയോയില് രണ്ടാമത്തെ മിനിറ്റിൽ ഇദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. ഡൽഹിയിൽ നടന്നത് സ്ഫോടനമല്ല. കണ്ടോ? നരചിക്ക്. അപ്പോൾ തീവ്രവാദി അവരാണോ തീവ്രവാദി, ഈ പുള്ളിയാണോ തീവ്രവാദി? പറയാണ് ഡൽഹിയിൽ നടന്ന സ്ഫോടനമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കും. അപ്പോൾ ഇവരെന്നാ ചെയ്യണ്ടേ? അപ്പോൾ ഇസ്ലാമിക് മത തീവ്രവാദികൾ പ്ലാൻ ചെയ്ത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട് മുമ്പോട്ട് പോയി. എന്നാൽ ഇവർ പിടിക്കപ്പെട്ടു. ഇവർ വൻ സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. പക്ഷേ പരാജയപ്പെട്ടു പോയി ഇവർ ചാവേറായി മാറുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ സത്യമെന്ന് പറഞ്ഞാൽ. ഇത് ഈ സൂര്യ അൻസാരിക്ക് അറിയാം. ഇവർ മൗനം, അതായത് ഓരോ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഈ യൂട്യൂബിലിരുന്ന് വീഡിയോ ഇവരൊക്കെയില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിന് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പുള്ളി പറയോ ഇത് ബോംബ് സ്ഫോടനം അല്ലാന്ന്? ഉണ്ടോ? ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മിനിറ്റിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ഇസ്ലാമിക് മത പണ്ഡിതന്മാരുടെ സ്പീച്ച് കേൾക്കണം. കാരണം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചും കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആണ് ഇവർ പറയുന്നത്. ഇദ്ദേഹം പറയാം, ഒരു ഇസ്ലാമിക് പണ്ഡിതന്മാരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, ഒരാളും തീവ്രവാദത്തെക്കുറിച്ച് പറയില്ല. അവരുടെ സ്പീച്ചുകളെല്ലാം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ആലോചിക്കുക. ഇവരുടെ ഉസ്താദുമാരുടെ പ്രസംഗം കേട്ടാൽ കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റിയ പ്രസംഗം അതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് ഈ ലൈംഗികത മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ചെന്നാൽ 72 ഹൂറിമാരെ കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വേശ്യാലയം നടക്കുകയാണ്. സ്വർഗത്തിലൊരു വേശ്യാലയം തന്നെ തുറന്നു വെച്ചിരിക്കുക എന്നാണ് ഇവർ പറയുന്നത്. 72 ഹൂറിമാർ മാറി മാറി ഉപയോഗിക്കുക, മദ്യപ്പുഴ ഒഴുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗികത. അത് പച്ചയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഏത് ഇസ്ലാമിക് പണ്ഡിതന്റെ പ്രസംഗം കേട്ടാൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക് പണ്ഡിതന്റെ പ്രസംഗമുണ്ടോ? ഈ ആലുവയിൽ ഒരു പുള്ളിയുണ്ട്. പുള്ളി പറഞ്ഞ യഹൂദനെയും ക്രിസ്ത്യാനിയെയും വെറുക്കണം, അവനോട് മിണ്ടാൻ പാടില്ല. ഇതാണ് ഇവരുടെ പ്രസംഗം. രാജ്യത്തെ എങ്ങനെ ദ്രോഹിക്കാം, രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം, രണ്ട് മതങ്ങളെ എങ്ങനെ തമ്മിൽ തെല്ലിക്കാം. അതുകൊണ്ട് ഇസ്ലാം അല്ലാത്തവനെല്ലാം കാഫിറുകളാണ്, അവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവാദമില്ല, അവനെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവനെ നമ്മുടെ മതത്തിൽ ചേർക്കണം. അടിമ സ്ത്രീകളായിട്ടുള്ളവരെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ ബലാത്സംഗം ചെയ്യണം. ഇതൊക്കെയാണ് ഇവരുടെ പ്രസംഗം. ഈ ദിവസങ്ങളിൽ ഞാൻ തന്നെ ഒരു 100 വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ഇത്തരം പ്രസംഗങ്ങൾ. പൊതുവെ സമൂഹത്തിൽ ഇവരോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും വീണ്ടും കുറയും. നമ്മൾ നാളെ ഇവരോട് മിണ്ടാതാകും. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ പലതും പുറത്തു വിടാതിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ 3-ാമത്തെ മിനിറ്റ് പറയും, ഇസ്ലാമിക് മതപണ്ഡിതന്മാരുടെ സ്പീച്ച് കേൾക്കണം. അത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. കുടുംബ ബന്ധത്തിൻ്റെ മഹത്വമാണ്. ഒരു സ്ത്രീയെ കണ്ണുപോലും കാണാത്ത രീതിയിൽ തല മുഴുവൻ മൂടി താഴെ വരെ മൂടിയിട്ടിട്ട് ഇവർ പറയാണ് സ്ത്രീ സമത്വം, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ, സ്വാതന്ത്ര്യം, കുടുംബജീവിതം, മഹിമ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി വിദ്വേഷ പ്രസംഗമല്ലാതെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗവും വിദ്വേഷ പ്രസംഗമല്ലാതെ ഒരു പ്രസംഗിക്കാൻ പറ്റില്ല. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം ഞാൻ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഗ്രൗണ്ടിൽ പോയെന്ന് കേട്ടിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗമല്ലാതെ സമൂഹത്തിന് ഗുണകരമായ ഒരു പ്രസംഗങ്ങൾ പോലും ഇല്ല. പക്ഷേ ഈ നാട്ടിൽ തീവ്രവാദികൾക്ക് വളരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് വളരാനും ഈ രാജ്യത്തോട് എതിര് നിൽക്കാനും പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ കായിക മത്സരങ്ങളെ പോലെ ആ രൂപത്തിലേക്ക് മതപരമായി വേർതിരിച്ചിട്ട് ഈ മണ്ണിൽ ജനിച്ച ആളുകളെ അപരവൽക്കരിച്ച് ആ സമൂഹം. സൂര്യ അൻസാരി വീണ്ടും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ 3-ാമത്തെ
3:35 പറയുന്നത് തീവ്രവാദികൾക്ക് വളരാനൊരു പശ്ചാത്തലം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു. കൊള്ളാം. ചില സമയത്ത് മനുഷ്യൻ സത്യം പറയും. ആളൊരു മതഭ്രാന്തനാണെങ്കിലും പുള്ളി ഇടയ്ക്ക് പിടിവിട്ട് പറഞ്ഞതാ തീവ്രവാദികൾക്ക് വളരാൻ ഇവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ശരിയല്ലേ? കേരളത്തിൽ ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വളരാൻ ആരാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇടതുപക്ഷവും വലതുപക്ഷവും ഇവന്റെ സപ്പോർട്ടിന് വേണ്ടി പുറകെ നടക്കുകയാണ്. കോൺഗ്രസ് ആണെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. അപ്പൊ പിന്നെ തീവ്രവാദം വളരാനുള്ള അവസരമല്ലേ ഇവിടെ? ഒന്നാലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നത് തീവ്രവാദികൾക്ക് വളരാനുള്ള ഒരു ഇതുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വീഡിയോ കേട്ടാൽ ഭയങ്കര രസമാണ്. ഇവിടെ വംശവെറിയാണ് നടക്കുന്നത്. ഈ വംശവെറി എല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരു ഉളുപ്പും നാണം ഉണ്ടോ ഇവിടെ വന്നിരുന്ന് പറയാൻ? 1947 ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്ത് രാജ്യം മേടിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയവരല്ലേ ഇവന്മാരെ. എന്നിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പും നാണം ഉണ്ടോ? എന്നിട്ട് ഇവിടെ ഇരുന്നുണ്ട് ഇവിടെ ഇദ്ദേഹം പറയാണ്. എന്താ പറയുന്നത്? ഇങ്ങനെ ഈ വംശീയവെറി കലഹം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാ വരുന്നതെന്ന്. ഞങ്ങൾക്ക് കളിയാണ്, ഞങ്ങൾക്ക് ചിരി വരുവാന്ന്. ചിരിക്കും. കാരണം ഇവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം യുവന്മാരുടേതാ, തീവ്രവാദികളുടെ. മറ്റുള്ള രാജ്യത്ത് ബോംബ് പൊട്ടുമ്പോൾ അവൻ ചിരിക്കുക. ഡൽഹിയിൽ ബോംബ് പൊട്ടിയപ്പോൾ ഈ പുള്ളീനെ പോലുള്ളതൊക്കെ ഇരുന്ന് ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവരെയൊക്കെ തിരിച്ചറിയണം. ഈ സൂര്യ അൻസാരി ആലപ്പുഴയെ പോലുള്ള മത തീവ്രവാദികളെ, മതഭ്രാന്തന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ഡൽഹിയിലും ജമ്മു കാശ്മീരിലും ബോംബെയിലും ബോംബ് പൊട്ടി ജനങ്ങൾ മരിക്കുമ്പോൾ ഇവർ ആർത്തട്ടഹസിക്കുകയാണ്, ഇവർ ചിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ആ ബോംബ് സ്ഫോടനം നടത്തിയത് പൂർണ്ണ രീതിയിൽ ഒരു ഫലമില്ലാതെ വന്നപ്പോൾ ഉണ്ടായ വിദ്വേഷമാണ് ഇപ്പം പറയുന്നത്. അതേസമയം ബോംബ് പൊട്ടി പല പ്രദേശങ്ങൾ തകർന്നിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് ഇവർ തുള്ളിച്ചാടിയാനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹമാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ അസ്വസ്ഥരാണ്, അതുകൊണ്ട് പല പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, തീവ്രവാദികൾക്ക് ഇവിടെ വളരാൻ നിങ്ങൾ തന്നെ അവസരം കൊടുത്തു. അടുത്തത് പുള്ളി പറയുന്നത് രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ച നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ ഇവിടുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. അത് എന്നിട്ട് പറയാം നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓരോ ഹിന്ദു സമൂഹം തിരിച്ചറിയണം, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ വളരുന്നു, ഇന്ത്യയിൽ വളരുന്നു. അത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ്. ഏത് സമയവും നമ്മുടെ രാജ്യത്ത് പല സ്ഫോടനങ്ങൾ ഡൽഹിയിലും പല സ്ഥലങ്ങളും നടന്ന പോലെ എത്രയോ സ്ഥലങ്ങളിൽ ഇവരെ പോലെയുള്ളവർ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഇത് തയ്യാറാക്കുന്നതറിയാം, ഇവർ കൈകൊട്ടി ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു സ്ഥലത്ത് സ്ഫോടനം ഉണ്ടായി കഴിയുമ്പോൾ അത് വെച്ച് ഇവർക്ക് പണം ഉണ്ടാക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ സൂര്യ അൻസാരി ആലപ്പുഴയെ പോലുള്ള ഇസ്ലാമിക് മത തീവ്രവാദികളെയും മതഭ്രാന്തന്മാരെയും ക്രൈസ്തവ സമൂഹവും ഹിന്ദു സമൂഹവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ. ഇവരുടെയൊക്കെ തോളത്ത് കൈയിട്ട് നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് ദ്രോഹികളും രാജ്യവിരോധികളും നമ്മളോട് എതിർപ്പുള്ളവരും. ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യം 2047 ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇസ്ലാമിക് ഭരണമുണ്ടാക്കി ഇവരുടെ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദ ചിന്താഗതിയുള്ളവരാണ് ഇവർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നന്ന്, അല്ല എങ്കിൽ വരാൻ പോകുന്നത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.